യെസ്, ഇനിയിപ്പോൾ മാച്ച് ഡേ അതൊക്കെയാണ്, മത്സരങ്ങൾ ഏതൊക്കെയാണെന്ന് പ്രേക്ഷകർ കണ്ടു കഴിഞ്ഞു. ഇനി ഈ മത്സരങ്ങളിൽ വമ്പൻ പോര് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, യാതൊരു സംശയവുമില്ല, അത് ബെൽജിയം വേഴ്സസ് ഇറാൻ മത്സരമാണ്. ഇരു ടീമുകളുടെയും ഈ ലോകകപ്പിലെ പ്രകടനം നമുക്കൊന്ന് പെട്ടെന്ന് പരിശോധിക്കാം. കാർഡ് വന്നു കഴിഞ്ഞു, നോക്കാം. ബെൽജിയം മത്സരം 1, സമനില 1. ഇതാണ് ബെൽജിയത്തിന്റെ ഇപ്പോഴത്തെ നില. കഴിഞ്ഞ മത്സരത്തിൽ ഈജിപ്തിനെതിരെ ബെൽജിയം സമനില വഴങ്ങുകയായിരുന്നു. പിന്നിൽ നിന്ന് ശേഷം ബെൽജിയം സമനില പിടിക്കുകയായിരുന്നു എന്ന് വേണം പറയാൻ. ഇമാം മഷൂർ ഈജിപ്തിന് വേണ്ടി വലകുലുക്കിയപ്പോൾ മുഹമ്മദ് ഹാനിലൂടെയുണ്ടായ ഡിഫ്ലക്ഷൻ ഓൺ ഗോൾ ആവുകയും ബെൽജിയത്തിന് അത് ആശ്വാസമാവുകയും ചെയ്യുകയായിരുന്നു. അങ്ങനെയാണ് ആ മത്സരത്തിന്റെ ഫലം വന്നത്. ഇനി ബെൽജിയത്തിന്റെ ഷോട്ട്സ് നോക്കുകയാണെങ്കിൽ 15 ഷോട്ട്സ് ഉണ്ട്. ഓൺ ടാർഗറ്റ് 3 ആണെന്ന് പറയാം, 4-ൽ 3 എന്ന് പറയാം. ബെൽജിയത്തിന്റെ പ്രകടനത്തിലേക്ക് വന്നാൽ അതാണ് നമുക്ക് കാണാൻ കഴിയുക. എന്തായാലും ഈജിപ്തിന്റെ 4 ഷോട്ടുകൾ ഓൺ ടാർഗറ്റ് ആയപ്പോൾ, നമുക്ക് ഈ കാർഡിൽ കാണുന്നത് പോലെ ഓൺ ടാർഗറ്റ് ആയപ്പോൾ ബെൽജിയത്തിന്റെ 3 ഷോട്ടുകൾ ഓൺ ടാർഗറ്റ് ആയി എന്ന് പറയും. ആ രീതിയിലുള്ള കമ്പാരിസണും നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നത് ഇരു ടീമുകളും ഒരു തുല്യ ശക്തിയാണ് എന്നുള്ളതാണ്. അത് കളിക്കളത്തിൽ ഏത് രീതിയിൽ വരുന്നു എന്ന് നോക്കാം. ഇതൊന്നുമല്ല ബെൽജിയത്തിന്റെ ഒരു ആൾപ്പോര് എങ്ങനെയാണെന്നൊക്കെ നമുക്കറിയാം. പക്ഷേ കളിക്കളത്തിൽ നിലവിലെ അവരുടെ ഒരു പ്രകടനം വിലയിരുത്തുമ്പോൾ ഇപ്പോൾ ഉള്ള നില നോക്കുകയാണെങ്കിൽ രണ്ട് ടീമുകളും ഒപ്പത്തിനൊപ്പം എന്നൊക്കെ പറയാം. പക്ഷേ ആ പഴയ ഫോമിലേക്ക് ബെൽജിയമൊക്കെ വന്നു കഴിഞ്ഞാൽ കളി മാറും. ഇനി കെവിൻ ഡി ബ്രൂയിൻ ഈജിപ്ത് നോക്കിക്കഴിഞ്ഞാൽ ഷോട്ട് ഓൺ ടാർഗറ്റ് നമുക്കറിയാം, ഷോട്ട് ഓഫ് ടാർഗറ്റ് 3 ആണ്. അതിൽ ഓൺ ടാർഗറ്റ് വന്നത് 1 ആണെന്ന ഒരു അനാലിസിസ് കൂടിയുണ്ട്. ഇനി ക്രിസ്ത്യാനോ റൊണാൾഡോയെ പോലെയും ലിയോണൽ മെസ്സിയെയും പോലെ അവസാന ലോകകപ്പ് കളിക്കുന്ന മറ്റൊരു ഇതിഹാസമാണ് കെവിൻ ഡി ബ്രൂയിൻ. പഴകുന്തോറും വീര്യം കൂടും എന്നൊക്കെ പറയുന്നത് പോലെയാണ് ഡി ബ്രൂയിന്റെ പ്രകടനം. തൊടുത്തുവിട്ടത് 4 ഷോട്ടുകളാണ്, നേരത്തെ പറഞ്ഞു. അതിൽ 1 ഓൺ ടാർഗറ്റ് ആണ്. കെവിൻ ഡി ബ്രൂയിനെ തൊടുത്തുവിട്ട ഫ്രീ കിക്ക് ക്രോസ് ബാറിൽ തട്ടിത്തെറിച്ചതൊക്കെ നമ്മുടെ ഓർമ്മയിൽ, കഴിഞ്ഞ മത്സരത്തിലെ ആ ഓർമ്മയിൽ നമ്മൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ മത്സരത്തിലും ഡി ബ്രൂയിനെ തിളങ്ങി ബെൽജിയം ആദ്യ ജയം നേടും എന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.